ലിയോണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ആദ്യമായി പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ്. പിന്നീട് പലതവണ വരുമെന്നും വരില്ലെന്നും പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് ഇക്കൊല്ലം വരില്ലെന്നാണ്. പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 26 സ്വാഭാവികം നമുക്കത് കഴിയില്ല. അർജന്റീന വരില്ലെന്ന് അറിയിച്ചതോടുകൂടി ആ പണം അർജന്റീന തിരിച്ചു നൽകണം. പൂർണ്ണ ഉത്തരവാദിത്തം അർജന്റീനയ്ക്ക് മാത്രമാണ് എന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു വയ്ക്കുന്നത്. കേരളത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അർജന്റീനയ്ക്ക്. 2026 കേരളത്തിലേക്ക് വരാമെന്ന് അർജന്റീന അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സ്പോൺസർ ഇതിലെടുത്തിരിക്കുന്ന നിലപാട് 2026 പറ്റില്ല, 25 തന്നെ കേരളത്തിലേക്ക് വന്നാലേ പറ്റൂ എന്നുള്ള രൂപത്തിൽ സ്പോൺസർ പറഞ്ഞതായിട്ടാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്ന കാര്യം. ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പിക്കാം, ഇക്കൊല്ലം എന്തായാലും അർജന്റീനയും മെസ്സിയും കേരളത്തിലേക്കില്ല. നല്ല ആഗ്രഹമുണ്ട്. ഇവിടെ ബസ് വരെ ബുക്ക് ചെയ്ത് ബസ്സിന് വരെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സജീവമായിട്ട് നിൽക്കുമ്പോൾ അയാളിപ്പോൾ വന്നിട്ട് വരൂല പറയുന്നുണ്ട്. എന്ത് ഒലക്കമല പരിപാടിയാണിത്? ഈ മന്ത്രിക്ക് ഇവർക്കും കൊണ്ടുവരാൻ കഴിയൂല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ എന്തിനായിരുന്നു ഇത്രയൊക്കെ പ്രതീക്ഷ കൊടുത്ത ജനങ്ങൾക്ക് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയാത്തത്. ഫിഫ നേരത്തെ തന്നെ പുറത്തിറക്കിയ കലണ്ടർ പ്രകാരം അർജന്റീനയ്ക്കോ മെസ്സിക്കോ കേരളത്തിൽ ഷെഡ്യൂളില്ല. അർജന്റീനയുടെ ഷെഡ്യൂൾ പ്രകാരം കേരളത്തിൽ കളിയില്ലെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതുമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ, ആശയക്കുഴപ്പമൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരിക്കെ മന്ത്രിയുടെ വാക്കുകളിൽ പലരും വിശ്വാസമർപ്പിച്ചു, ആരാധകർ പ്രതീക്ഷയർപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച്, മന്ത്രി പറയുന്നതനുസരിച്ച് ആ പ്രതീക്ഷയ്ക്ക് ഇനി വകയില്ല. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.